മുഖ്യമായ സെമസ്റ്റർ പരീക്ഷകൾ തോൽക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സെമസ്റ്റർ പരീക്ഷ അടുത്ത മാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നു മുതൽക്ക് തന്നെ പഠിച്ച് പെട്ടെന്ന് തന്നെ ജയിച്ച് ഹയർ സ്റ്റഡീസിനോ ഫർദർ ജോലിക്കോ പോകാൻ പറ്റിയേനെ എന്ന്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ലല്ലോ. പലർക്കും തോന്നാം ഇന്ന് നടക്കാത്ത സ്വപ്നങ്ങൾ, ഇന്ന് നടക്കാത്ത ആഗ്രഹങ്ങളെന്നൊക്കെ. എനിവേ, 6ാം സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ചില ഇൻറ്റ്യൂഷൻ അഥവാ ആഗ്രഹങ്ങളാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. പലരും ചോദിച്ചിരുന്നു ഇനി 6ാം സെമസ്റ്റർ പരീക്ഷകൾ എന്നുണ്ടാകുമെന്ന്. 2010 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾ പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. എന്നാൽ ഇനി കഥ അങ്ങനെ ആവില്ല എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 2010 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നാണ് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുമായി വിളിച്ചു ചോദിക്കുമ്പോൾ അറിയാവുന്ന വിവരം. ഇനി അവർക്കും കൂടി ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൺഫേം ആയിട്ടില്ല, സാധ്യത വളരെ കുറവാണ്. സോ ദേ ഹാവ് ടു വെയിറ്റ് ഫോർ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ. ഇനി അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് 2020 മുതലേ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും എന്നാൽ 6ാം സെമസ്റ്റർ പരീക്ഷ കറക്റ്റായിട്ട് ജയിക്കാൻ പറ്റിയില്ല, സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ കൊല്ലം 2025 6ാം സെമസ്റ്റർ പരീക്ഷകൾ കോൾ ഫോർ ചെയ്യില്ല. ഇനി കോൾ ഫോർ ചെയ്യുക 2026 ഇക്കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ജനുവരിയൊക്കെ ആകുമ്പോൾ കോൾ ഫോർ ചെയ്യുകയും മാർച്ചിൽ അഥവാ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് സാധാരണഗതിയിൽ പരീക്ഷകൾ ഉണ്ടാവാറുള്ളത്. സോ അവരും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. 2010 അഡ്മിഷൻ വിദ്യാർത്ഥികൾ കുറച്ചധികം വെയിറ്റ് ചെയ്യണം. എന്നാൽ ബാക്കിയുള്ള അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് 4, 5, 6 സെമസ്റ്റർ പരീക്ഷകൾ വളരെയധികം നിർണായകമാണ്. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. സോ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ 2017, 2018, 2019 വിദ്യാർത്ഥികൾക്ക് എപ്പോൾ എഴുതാൻ സാധിക്കുമെന്ന കാര്യത്തിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടുന്ന അറിവ് ലഭിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രസൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.